ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ പുറത്ത് പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ബ്ലോക്ക് ഇല്ലാതെ പുറത്തുനിന്നും നമ്മുടെ ബാത്റൂമിൽ മുകളിലുള്ള ബാത്റൂമിൽ നിന്നും എയർ കൊടുത്തതിന് ശേഷം എങ്ങനെ ബ്ലോക്ക് ഇല്ലാത്ത രീതിയിൽ ഉള്ള ഫിറ്റിങ്സ് കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പമ്പിങ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ മുകളിലെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ബാത്റൂമാണ്. ആ ബാത്റൂമിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് വൈ ഇട്ടിട്ടാണ് പിടിച്ചിരിക്കുന്നത്. വൈ 40 ഇട്ടിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ വൈയിൽ നിന്ന് നേരെ മുകളിലേക്ക് പോകുന്നത് എയർ സിസ്റ്റമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെപ്റ്റിക്കിൽ നിന്ന് വരുന്ന എയർ റിലീസ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും ടോപ്പ് വീടിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഇഞ്ചാണെങ്കിൽ നമ്മൾ 40 ഇട്ടിട്ടാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് മുകളിലേക്കുള്ള വാട്ടർ ലൈൻ കാര്യങ്ങൾ വരുന്നുണ്ട്. CPVCയുടെ ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് കയറുന്ന മോട്ടറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഇഞ്ച് വാൽവ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുകളിലെ ബാത്റൂമിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വാൽവ് നമ്മൾ ഇവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. താഴെ വന്നതിന് ശേഷം ഏറ്റവും മുകളിലുള്ള ടാങ്കിൽ നിന്ന് താഴെ വന്നതിന് ശേഷമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള വാട്ടർ ലൈൻ കയറുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള പ്രഷർ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. 4 ഇഞ്ചാണ് ഡ്രൈനേജിന് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 2 ഇഞ്ച് പൈപ്പ് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിന് വേണ്ടി ഡ്രൈനേജിന് ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ 45 കാര്യങ്ങൾ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബെൻഡ് എൽബോ കാര്യങ്ങൾ ബെൻഡാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ടത്. എൽബോ പോലുള്ള മെറ്റീരിയൽസ് അധികം ഉപയോഗിക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. കാരണം എൽബോ ഉപയോഗിക്കുന്ന സമയത്ത് 90 ഡിഗ്രി ആയതുകൊണ്ട് ബ്ലോക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറ്റ് ഫിറ്റിങ്സ് ബെൻഡിൽ നമുക്ക് ഷോർട്ട് ബെൻഡും കൂടി അവൈലബിൾ ആണ്. ഷോർട്ട് ബെൻഡ് നമുക്ക് യൂസ് ചെയ്യാം. ബ്ലോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് പരമാവധി കുറയ്ക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ എല്ലാം കൊടുത്തിരിക്കുന്ന സാഡിലുകളെല്ലാം തന്നെ SS-ൻ്റെയാണ്. അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സാഡിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് ഭാവിയിൽ നമുക്ക് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഭാവിയിൽ ഈ പറയുന്ന രീതിയിൽ സാധാ സാഡിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് തുരുമ്പ് പിടിച്ച് അവിടെ നിന്ന് പൊട്ടിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ CPVCയുടെ സെപ്പറേറ്റ് നമ്മൾ ഒരു ലൈൻ മുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. CPVCയുടെ ലൈൻ ഏറ്റവും ടോപ്പിൽ നിന്ന് വാട്ടർ ഹീറ്ററിന് വേണ്ടി കൊണ്ടുവന്നതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാം തന്നെ സെപ്പറേറ്റ് ഇതിൽ നിന്ന് ലിങ്ക് ചെയ്ത് എല്ലാ ബാത്റൂമിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. അവിടെ നിന്ന് സെപ്പറേറ്റ് വാൽവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന CPVC പൈപ്പ് 3/4 ഇഞ്ച് 20 mm എന്ന് പറയുന്നത് SDR11 എന്ന് പറയുന്ന പൈപ്പുകളാണ് നമുക്ക് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം തന്നെ എൽബോ പോലെയുള്ള കാര്യങ്ങളെല്ലാം ഡ്രൈനേജിൽ ഉപയോഗിക്കാതിരുന്നാൽ നമുക്ക് മാക്സിമം ബ്ലോക്ക് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.